നമ്മളിന്നേ കോയമ്പത്തൂർ പോകണം. കോയമ്പത്തൂർ അപ്പോൾ ഇവിടെ എത്തി, കുതിരാമല എത്തി. കുതിരാന് അടുത്ത് കുതിരാനാണ്. അതിൻ്റെ ഫ്രണ്ടിൽ, കുതിരാമലയുടെ ഫ്രണ്ടിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നിൽക്കണ്ട. അന്യായ വ്യൂ. അപ്പോൾ നമ്മളൊപ്പം ഞാൻ കാണിച്ചു തരാം. ശ്രീകുട്ടൻ സി എ ഉണ്ട്, സി എ വ്ളോഗ്, ഷെഫീഖ് ഭായി ഉണ്ട്, അശോകേട്ടനുണ്ട് കേട്ടോ. അശോകേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ പിന്നെ മെയിനായിട്ട് ഇപ്പോൾ കോയമ്പത്തൂർ പോണത് ഇവൻ്റെ വണ്ടിക്ക് കേരിയർ എടുക്കാനുണ്ടാവും. ഈ വണ്ടിക്ക് ഇന്നോവയ്ക്ക് കേരിയർ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ കേരിയറിൻ്റെ വില നമുക്കറിയാം. ഏതെങ്കിലും ടാക്സി ഡ്രൈവർമാരും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇന്നോവയ്ക്ക് വേണ്ട എക്സസറീസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കും. അപ്പോൾ അതെടുക്കുക. പിന്നെ നമ്മൾ ചിലപ്പോൾ അതിരപ്പള്ളി വഴിയൊന്നും തിരിഞ്ഞു വരുന്നത്, അത് നല്ല അന്യായ വ്യൂ ആയിരിക്കും. നോക്കിയാൽ നമുക്ക് കിട്ടാം. അപ്പോൾ എന്തായാലും വീഡിയോക്ക് പോവാം. നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ശരി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടോൾ ഗേറ്റ് എത്തിയിട്ടാ. ഫസ്റ്റ് ടോൾ എത്തിയിട്ടാ. ഫസ്റ്റ് ടോൾ ഗേറ്റ് ആണ്. ഫാസ്റ്റ് ട്രാക്ക് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഫാസ്റ്റ് ട്രാക്ക് നോക്കിക്കോട്ടോ. ഫാസ്റ്റ് ട്രാക്ക് ഒട്ടിക്കാറില്ല. ഇത് വമ്പ സെറ്റപ്പാണ്. നോക്കിക്കോട്ടോ. ആവശ്യത്തിന് എടുക്കുന്നു. കറക്റ്റ് 10 സെക്കൻഡ്. ആ ഓക്കെ. വണ്ടിമേ ടാഗ് ഒട്ടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം അത്ര. സ്റ്റിക്കർ അടിച്ചിട്ട് അതോ ഈ മണ ചിലർക്ക് പിടിക്കില്ല പറയണ. ഈ ഇതിന്റെ ബാത്റൂമിൽ വെക്കണ വണ്ടി. നമ്മുടെ അതിനെ പറ്റിട്ട് അശോകേട്ടൻ പറയുന്നുണ്ട്. അതിന്റെ അടിയിൽ വെച്ചോ, ഏറ്റവും ബാക്കില്ലേ ആ മാറ്റിന്റെ അടിയിൽ വെക്കിതോ. ഈ മാറ്റില്ലേ അടിയിൽ വെക്കി. അപ്പൊ കളയണ്ട. ഇതൊക്കെ ടിപ്പാണ്. ഇതൊക്കെ ഒരു ടിപ്പാണ്. ഇതിപ്പോ എല്ലാരും നോക്കിക്കോട്ടാ. അശോകേട്ടൻ 2-3 വണ്ടിയുള്ള ആളാണ്. ആള് പറയണ എയർ ഫ്രഷ്നർ കെട്ടി തൂക്കണ്ട, അതായത് ക്ലോസറ്റ് വെക്കണട്ടാ. അപ്പൊ ആ എയർ ഫ്രഷ്നർ അപ്പൊ അശോകേട്ടൻ പറയണത് മാറ്റിന്റെ അടിയിൽ വെച്ചാൽ മതി എന്ന് പറയുന്നുട്ടാ. സ്മെല്ലിന് സ്മെല്ലും ആരും. അതൊരു ടിപ്പാണ്. അത് കളിയാക്കേണ്ട കാര്യമില്ല, ഒരു ടിപ്പാണത്. ഇവിടത്തില്ലേ ഈ പാലം കയറി കഴിഞ്ഞാൽ അതായിട്ടാ നമ്മ നേരെ എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോകട്ടെ. രാവിലെ അവിടുന്ന് വന്ന കാരണം ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ശരവണ ഭവന എന്തെങ്കിലും കയറിയിട്ട് ലേറ്റ് ആയിട്ട് കഴിക്കാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. എന്താ രസല്ലേ. ഇതാ പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നെൽപ്പാടങ്ങളും കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മളടുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കാനുണ്ടാ. ചായ കുടിച്ചിട്ടില്ല. അപ്പോ അശോകട്ടെ വന്നപ്പം മുതൽ പറഞ്ഞു തുടങ്ങിട്ടാ വണ്ടി അങ്ങനെ ഓടിക്കുക, വണ്ടി ഇങ്ങനെ ഓടിക്കുന്നൊക്കെ. അശോകേട്ടനാണ് ഞാൻ ഇന്നത്തെ വണ്ടി നിയന്ത്രിക്കുന്ന ആള്. ശ്രീകുട്ടൻ ജസ്റ്റ് സ്റ്റിയറിംഗ് നിൽക്കണെന്ന് മാത്രമേ ഉള്ളൂ. സ്രാങ്കാണ്, സ്രാങ്ക്. അശോകേട്ടൻ സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കണ്. ആ ഇരുത്തം തന്നെ നോക്കിയേ, എന്താ ഇരുത്തം. അപ്പൊ നമ്മള് ശരവണ ഭവൻ എത്തിയിട്ടാ. കണ്ടതാണ് ശരവണ ഭവൻ. നമുക്ക് നോക്കാം അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട് നോക്കട്ടാ. നമുക്ക് കഴിച്ചിട്ട് റിവ്യൂ ഒക്കെ പറഞ്ഞുതരാം. നല്ലൊരു അർബാനിയ എടുക്കണ്ടല്ലേ. എന്താ വണ്ടിയില്ലേ അല്ലേ? അർബാനിയ, അർബാനല്ല അർബാനിയ. കേറ്റിടാൻ സ്പേസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എന്താ അതിന്റെ അടുത്ത് ബാറുണ്ടല്ലോ. ഒരു ബാറിന്റെ എംബ്ലം കാണുന്നുണ്ടല്ലോ അവിടെ. ഞങ്ങളാരും ഇതിലുള്ളവരാരും കുടിക്കണവരല്ലട്ടാ. അതിപ്പോ തന്നെ പറഞ്ഞുതരാം, ആരും കുടിക്കില്ല. നമ്മളങ്ങനെ നേരെ ശരവണ ഭവനിലേക്ക് വന്നിക്കട്ടെ. ശരവണ ഭവനിലാണ്. എന്താ മസാല ദോശ കഴിക്കാന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം നമുക്ക് അവിടെ പോയിട്ട് എന്തൊക്കെ ഉണ്ട് നോക്കാം. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കട്ടാ. മസാല ദോശ പറഞ്ഞിട്ട് മസാല ദോശ അപ്പൊ ഇതിന് വന്നിട്ടാ. എല്ലാവരും ഇത് അലക്കിട്ട് മസാല ദോശ അലക്കി തുടങ്ങി. ശ്രീകുട്ടനിക്കും ബായിക്ക് 2 വട എക്സ്ട്രാ വാങ്ങിയിട്ടാ. ഞങ്ങൾ വട ഞങ്ങൾക്ക് ഇഷ്ടമല്ലേ. ഞങ്ങൾ നോക്കട്ടെ ഞങ്ങൾ എന്താണ് അവസ്ഥ നോക്കിയിട്ട് കഴിക്കാന്ന് വെച്ചിട്ടാണ്. മസാലയുടെ വലിപ്പം നോക്കിയിട്ട് കഴിക്കാൻ വെച്ചിട്ടാണ് മെയിനായിട്ട്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് പറയാട്ടോ. എങ്ങനെയുണ്ട്? വായി വെച്ചലക്കല്ലോ. നല്ല മസാല ഇട്ടാ, നല്ല രസമുണ്ട്.
ഭക്ഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകാൻ നോക്കില്ല. മസാല അടിപൊളി മസാല കേട്ടോ. അപ്പോൾ മസാല ദോശ ഇതൊക്കെ കഴിച്ചിട്ട് കാണാം. അപ്പം അതൊക്കെ പറയണത് ഇവിടെ വന്നിട്ട് അധികം നല്ലവർക്ക് സംസാരിച്ചെന്നുള്ളത് വേണ്ടല്ലോ. അപ്പം എന്തായാലും അത് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം, മസാലയുടെ കാര്യങ്ങളൊക്കെ പറയാം. ഞങ്ങളപ്പോൾ മസാല ദോശ കഴിച്ചിട്ട് നേരെ ഇതേ പോയിക്കൊണ്ടിരിക്കണ്ട. അടുത്ത ഇതെവിടെ വാളയാർ അല്ലേ? അടുത്ത വാളയാറുണ്ട്. അടുത്ത വാളയാർ എത്തും. വാളയാർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെർമിറ്റ് എടുക്കണം. ടാക്സി വണ്ടി ചേട്ടാ പെർമിറ്റ് എടുത്താ? പെർമിറ്റ് എടുക്കണം. ഇത് വണ്ടി ടാക്സിയാണ്, അപ്പൊ എന്തെങ്കിലും പെർമിറ്റ് വേണം. പെർമിറ്റിന്റെ ഇതും ഒക്കെ വേണം. മസാല ദോശ എങ്ങനെ ഉണ്ടായിരുന്നു? വടയിലധികം എണ്ണൊന്നുമില്ല, നല്ല വട, കുഴപ്പമില്ല. ദോശ ചായ അടിപൊളി ആയിരുന്നിട്ടാ. ചായ രക്ഷ ഉണ്ടായിരുന്നില്ല. അടുത്ത് കോടമഞ്ഞ് ഇറങ്ങിണ്ടല്ലോ. കോടമഞ്ഞ് സെറ്റാണ്. ചെറുതായിട്ട് മഴ ചാർന്ന സ്ഥിതിക്ക് ഇത് കറക്റ്റ് എവിടെ സ്ഥലം? കഞ്ചിക്കോട് ആവണല്ലോ അല്ലേ? എല്ലാവരും മസാല ദോശ കഴിച്ചിട്ട് ഏമ്പക്കം വിട്ടിരിക്കണ്. ഉറക്ക ക്ഷീണായി തുടങ്ങി. 4 മണിക്ക് വരാൻ പറഞ്ഞിട്ട് വണ്ടി എത്തിയത് 6 മണിക്കാണ്. അപ്പൊ എങ്ങനെ ഒരു വണ്ടി ഏൽപ്പിക്കുക? അതാണ്. അപ്പൊ അതിന്റെ പ്രശ്നമുണ്ട്. 3 മണിക്ക് വെച്ചിട്ട് ഒരുങ്ങിയിരിക്കണാണ്. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഉറക്കത്തിന്റെ പ്രശ്നം അതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്തായാലും വാളയാർ എത്തി കഴിഞ്ഞാല് പെർമിറ്റ് സെറ്റായിട്ട് വേണമെന്ന് അങ്ങോട്ട് കയറാന്. അല്ലെങ്കിൽ ലോട്ടറി ആൾക്ക് ലോട്ടറിയുടെ ഭയങ്കര ഭ്രാന്താട്ടാ. എനക്ക് അടിക്കേണ്ടതുകൊണ്ട് കുറിയൊക്കെ കള്ളക്കുറിയൊക്കെ ഇട്ടിട്ട് വന്നല്ലേ. അതാണ്. ഇപ്പൊ ബായി എടുത്ത നമ്പർ 300 അടിച്ചിട്ടാ. ഇന്നലെ 10 ഏക്കർ കാണാൻ പോവാണ് തമിഴ്നാട്ടില്. ആ ലോട്ടറിയിൽ 3 നമ്പർ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തില്ല, അത് മാറിയിട്ട് വേറെ നമ്പർ എടുക്ക. ഈ വാളയാർ നന്നായി ലോട്ടറി ഉണ്ടാവും പറയുന്നുണ്ട്. അപ്പൊ 3 അടിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടിയിട്ട് സെറ്റ് ആവണം. മാറിയിട്ട് വേണം കോയമ്പത്തൂര് കടക്കാൻ, അല്ല പാലക്കാട് കടക്കാൻ. അങ്ങനെ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ഞമ്മ അതേപോലെ ടാക്സിയുടെ ഇത് എടുക്കാൻ, ആ കേരിയർ എടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ആളെ ഫ്രണ്ട് അവിടെ ഉണ്ട് കേട്ടാ, വാളയാറുണ്ട്. അപ്പോൾ കോയമ്പത്തൂര്. അപ്പോൾ ആളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ, എവിടുന്ന് എടുക്കുക, ഷോപ്പ് എവിടെയാന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും പോയി നോക്കാം എങ്ങനെയാണ് റേറ്റ്, ഇവിടുത്തെ റേറ്റും അവിടുത്തെ റേറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാട്ടാ. കേരളം തമിഴ്നാടും കൂട്ടുള്ള റേറ്റ് നമുക്കറിയാം. ബായിയുടെ ലോട്ടറി ആകെ 100 റുപ്യ അടിച്ചിട്ടുള്ളൂ കേട്ടാ. അതിലൊരു 500 അതാണ്. ഞാന് ആകെ 5-6 ലോട്ടറി ഉണ്ട് കേട്ടാ. എന്നിട്ട് ആകെ 100 രൂപ 300 രൂപ അടിച്ചത്. ആ പേഴ്സ് മൊത്തം ലോട്ടറി തന്നെ ആയിരുന്നു. അതുണ്ട് കേട്ടാ. അത് ഞമ്മ കൊറേ പൈസ കളഞ്ഞിട്ട് ലോട്ടറി എടുത്താലും ആ 100 റുപ്യ കേട്ടാ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മളെ 2ാമത്തെ ടോൾ ഗേറ്റ് എത്തിട്ടാ. വാളയാറാണ്. തിരക്കുണ്ടല്ലേ കുറച്ച്, ചെറിയൊരു തിരക്കുണ്ട്. കുറച്ച് മണലൊന്നല്ലേ ടോൾ ഗേറ്റിന്റെ ഇതാണ്ടാ വെക്കണ്. അതൊന്നും അവിടെ ഒട്ടിച്ചാ മതി. അവിടെ ഒന്ന് ഡയറക്റ്റ് സ്കാൻ ചെയ്ത് തുടങ്ങി. സ്കാൻ എടുത്തില്ല. അപ്പൊ അങ്ങനെ പോവാണ്. വാളയാർ എത്തിട്ടാ.
അമ്പോ നോക്കിയാ എന്താണ് ഈ കാണുന്നത്, നല്ല വ്യൂ ആണല്ലോ. ഓക്കെ, നല്ല രസമുണ്ടല്ലേ. അങ്ങനെ നമ്മ പോയിക്കൊണ്ടിരിക്കണ്ട ഇനി. എടുക്കേണ്ട കാര്യമൊന്നുമില്ല, എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്ത് വെക്കാതെ മാത്രം കുഴപ്പമുള്ള ദിവസമല്ല. എടുക്കണാ പെർമിറ്റ് എടുത്തോട്ടെ, അതൊന്നല്ലേ. പെർമിറ്റ് എടുക്കാം. ഭയങ്കര വ്യൂ ആണല്ലോ, നല്ല രസമുണ്ട് കേട്ടാ. മനസ്സിലായ അതിന്റെ ഇത് കംപ്ലൈന്റ് ആണ്. എന്റെ നിർത്തി നല്ല ഭംഗിട്ടാ, നല്ല രസമുണ്ടല്ലേ, എന്താ ഭംഗി. എല്ലാരും തളർന്ന് ക്ഷീണിച്ചിരിക്കണ്ട, എല്ലാരും തളർന്ന്. മസാല ദോശയുടെ പവറാന്ന് തോന്നുന്നുണ്ട്, മൊത്തത്തിലൊരു തളർച്ചയാണ് എല്ലാവർക്കും. പാലക്കാട് എന്ന് പറഞ്ഞ ഇതാണ്ടാ, പാലക്കാട് എന്ന് പറഞ്ഞ സൗന്ദര്യം, പ്രകൃതി സൗന്ദര്യമാണ് പാലക്കാടിന്റെ മുഖമുദ്ര. വാളയാർ എത്തിട്ടാ, വാളയാർന്ന് അടിച്ച ലോട്ടറി മാറാനുള്ള ഇതിൽ നിക്കണ്ട. അപ്പൊ എന്തായാലും ഇറങ്ങിട്ട് അടുത്ത ലോട്ടറി എടുക്കല്ലേ. ആയിക്കോട്ടെ, ഓക്കെ ഇറങ്ങിക്കോ നോക്കിട്ട് വായോ. ഞാൻ ഇറങ്ങില്ല, ഇങ്ങ് പോയി എടുത്തിട്ട് വാ. അവര് ലോട്ടറി നോക്കണ്ട്, അടിച്ചു നോക്കണ്ട് കേട്ടാ. ഇറങ്ങി നോക്കാം. ലോട്ടറി നോക്കണ്ട, ലോട്ടറി എന്ത് വ്യൂ അല്ലേ, നോക്കിയേ പക്ക വ്യൂ ട്ടാ. അടുത്തോ സെറ്റില്ലേ ചേച്ചി? ലോട്ടറി 100 ഉണ്ട് കേട്ടാ, നമ്മളെ ലോട്ടറിയിൽ 100 ഉണ്ട് കേട്ടാ. എന്തൊരു ലോട്ടറി അല്ലേ, ഇതൊക്കെ ലോട്ടറി ഉണ്ടാ. ഇതേപോലെ തന്നെ അവിടുന്ന് വരുന്ന ഭാഗത്തൊക്കെ ലോട്ടറി തന്നെ ഉണ്ടാ, ഫുള്ള് ലോട്ടറികളാണ്. ഇത്ര ലോട്ടറി സെയിലുണ്ട് അല്ലേ. ഈ ചേച്ചിയുടെ അടുത്ത് നമ്മൾ ലോട്ടറി എടുത്തിട്ട് പോവാണ് കേട്ടാ. എടുക്കണില്ല ലോട്ടറി. ഞാന് എടുക്കണ്ടെന്നുള്ളതാണ്, ഞാൻ എടുക്കണില്ല, ഇന്നെന്തായാലും എടുക്കണില്ല. ഇത് ഞാൻ എടുത്തെടുത്ത് ഇതായതാണ്, അപ്പൊ അതന്നെ ഞാൻ അങ്ങനെ എടുക്കല അധികം. 64440 മച്ചാന്റെ ഇതാണ് നമ്പറാണ്. ആളെടുത്ത ടിക്കറ്റ് ഉണ്ടത് 44841. ഇപ്പൊ ഇത് എടുത്തപ്പോ 600 രൂപ സെറ്റ് എടുത്തപ്പോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അത് എടുത്ത്. ഇതിലെ ഭാഗ്യം അതാണ് ലോട്ടറി. ഓ എന്താ ഭംഗിലേ, ഫുള്ള് കോടമഞ്ഞും മലകളും ഉണ്ടാ. ഇതാണ് പണ്ടത്തെ ചെക്ക് പോസ്റ്റ് ചെയ്തണ്ടാ, പണ്ടത്തെ ചെക്ക് പോസ്റ്റ് അല്ലേ, തമിഴ്നാട് എത്തി. എന്താ ഭംഗിലേ, തമിഴ്നാട് എത്തിട്ടാ. തമിഴ്നാട്ടിൽ നിന്ന് പെട്രോൾ അടിക്കാൻ വെച്ചിട്ട് ഇവിടെ, ഡീസൽ അടിക്കാൻ വെച്ചിട്ട് ഇവിടെ നിന്നായിരുന്നു. എന്തായാലും ഇവിടുന്ന് ഡീസൽ അടിക്കാനുള്ള പ്ലാന്. അശോക് എത്ര എടുത്ത്? അശോകട്ടെ എല്ലാരും നോക്കിക്കോ. അശോകട്ടെ എന്തോ ഒരു 70 എത്തുന്ന എന്തൊക്കെ കണ്ടിരുന്നു അതിന്റെ ഇടയില്. ആരുതാണോ കോയമ്പത്തൂര് എത്താനായിട്ടാ, കോയമ്പത്തൂര് എത്താനായി. വണ്ടിയുടെ ഹോണ് ഭയങ്കര ഷോക്കുണ്ടാ, ഹോണ് മാറ്റണേട്ടാ, നല്ല ഹോണ് വാങ്ങണം. ഭയങ്കര ഷോക്കാണ് വണ്ടിയുടെ. എന്നിട്ട് വേണം MVD പിടിക്കാൻ. നമ്മള് മറ്റേ റേഷൻ അരി വാങ്ങിട്ട് എന്താ മരവില്ല അവന്റെ. ഇപ്പൊ കട്ട് ചെയ്തപ്പോ മറ്റേ പടല്ലേ, എന്നിട്ട് വിജയ് ആ ചിരത്തെ ബില്ല് ഡ്രസ്സും ഇല്ല, അതേമാതിരി പോണവേ. കോയമ്പത്തൂരാണ് ഈ കാണുന്നത്. നല്ലൊരു അടിപൊളി ആൺമയിലിനെ സ്പോട്ട് ചെയ്തിട്ടാ, നല്ല രസമുണ്ട് അല്ലേ. എന്താ രസം, ഓക്കെ എന്താ ഭംഗിലേ.
മതി ഭംഗി ആസ്വദിച്ചു. ബാക്കിൽ വണ്ടി ബാക്കിൽ വണ്ടി ഇവിടെ എന്തോ ഇതൊക്കെ എടുക്കണ്ട മൊത്തമായിട്ട് ഇതിവിടെ ഇതെന്തോ ഒരു മല ഇവിടെ മൊത്തമായിട്ട് ഇടിച്ചിടുന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമെന്ന് തോന്നുന്നുണ്ട്. ഇഷാന്റെ അവിടെ നേരെ കയറണല്ലേ എന്നിട്ട് 2 ടീ റോഡിലൊന്നും വിട്ടും. റൈറ്റ് തിരിഞ്ഞാൽ മരുതുമല, ലെഫ്റ്റ് തിരിഞ്ഞാ ഇത് അതിയോഗി. അശോട്ടെ പറയണ കാര്യങ്ങളൊക്കെ റെഡിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണതൊക്കെ കറക്റ്റ് ചെയ്തത് ആൾക്കാർക്ക് ഉപകാരപ്പെടും. അശോട്ട മാപ്പ് ഇല്ലാത്ത കാലത്ത് വണ്ടി ഓടിക്കാൻ തുടങ്ങിയതാ. ആൾക്ക് ഇപ്പൊ ഒരു 50 ഏജ് ഉണ്ടാവും. കാണുമ്പോ എപ്പോഴും കുഞ്ചാക്കോപ്പന്റെ ആളെ കാണാൻ സത്യമുള്ള പറയല. ആളെപ്പോ കാണുമ്പോൾ കുഞ്ചാക്കോപ്പന്നെ. പക്ഷെ 50 വയസ്സ് അതിന്റെ എക്സ്പീരിയൻസ് ആൾക്ക് എവിടെ പോയാലും കൂട്ടറിയാ. എന്നോട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ചിങ്ങവനം പോകുമ്പോഴേ എന്നോട് പെണ്ണ് പറയണേ, അശോകൻ ചിങ്ങവനത്തേക്കാണ് പോണേ, ഞാൻ ഗൂഗിൾ മാപ്പ് അയച്ചിട്ടുണ്ട് എന്ന് നോക്കിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചങ്ങനാശ്ശേരി പോണ റൂട്ടിലല്ലേ ചിങ്ങവനം വന്നു വെച്ചു. അശോകൻ വന്നിട്ടുണ്ടോന്ന്. ചിങ്ങവനം പോവാനേ കോട്ടയത്ത് നിന്ന് പോവാൻ. ഇത് കോയമ്പത്തൂർ ഇതെത്തില്ലേ, സിറ്റി എത്തില്ലേ? ഇല്ല, കോയമ്പത്തൂർ ഇഞ്ഞും പോണം. ഇവിടെ ഇഞ്ഞും പോണോ? ഇവിടെ തിരിഞ്ഞ് നമ്മ മാർക്കറ്റിങ് ആ സാധനം വാങ്ങാനുള്ള മാർക്കറ്റിക്ക് പോവാണ്. ഉക്കടം സെന്ററാണ് ഈ കാണുക. എന്താ ഭംഗിയില്ലേ, രസമുണ്ട്. ട്രഡീഷണൽ ഇതായിട്ടുള്ള സാധനം കേട്ടോ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള വെച്ചിട്ടുള്ളത്. കാള പൂട്ടണത്, കാള പിന്നെ അതൊക്കെ ആയിട്ട് അതേ പോയിക്കൊണ്ടിരിക്കണ നമ്മളിപ്പോ തന്നെ എത്തുട്ട മാർക്കറ്റിക്ക്. അങ്ങനെ നമ്മള് കറക്റ്റ് ലൈറ്റും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളതിന്റെ മാർക്കറ്റിക്ക് എത്തിയിട്ടാ. ബൈക്ക് വന്ന സൈഡിൽ കൂടെയാണ് പോകുന്നത്. കോവ ഉക്കട മാർക്കറ്റ് ഇട്ടാ. അതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോണത്. കോവ ഉക്കട മാർക്കറ്റ്. ഇവിടെ ഇപ്പൊ തന്നെ ലൈറ്റും ടയറും ഇതൊക്കെ ഉണ്ട് കേട്ടാ. അമ്പോ ലൈറ്റ് നോക്കിയ ലൈറ്റ് അടിപൊളി ലൈറ്റുകളാണ് കേട്ടാ. ഫുള്ള് ലൈറ്റ് ഉണ്ടാ. മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളത്. ബൈക്കിന്റെ ഇതൊക്കെ ഉണ്ട് കേട്ടാ. സൈലൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് കണ്ടത്, ഫുള്ള് ഭാഗം മൊത്തം ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ബൈക്ക് സീറ്റ് ഇത് ജീപ്പിന്റെ ഒക്കെ ഗ്രില്ല് ഇരിക്കണില്ലേ. ലൈറ്റ് സെറ്റായിട്ടാ. ഞങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞിട്ടാ. ആള് അശോകേട്ടൻ കുറെ നാളായിട്ട് പറഞ്ഞതാണ്. ഞങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞ ഇവിടെ തന്നെ ഇപ്പൊ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അത് തന്നെ രക്ഷപ്പെട്ട്. നോക്കിയേ കോട്ടയം വെച്ചിട്ടുള്ള വണ്ടി നോക്കിയേ. ഇതൊന്നും ഇപ്പൊ നമ്മളവിടെ ഇല്ല കേട്ടോ. കോട്ടം അത് ഇതൊക്കെ നമ്മളവിടെ ഇപ്പൊ കാണാൻ കാഴ്ച അയക്കണത്. ഇപ്പൊ മാർക്കറ്റ് എന്റെ ഉക്കടം ന്യൂ മാർക്കറ്റാണിത്. ഇതല്ല നമുക്ക് വേണ്ടട്ടാ. ഉക്കടം പഴയ മാർക്കറ്റാണ് നമുക്ക് വേണ്ടത്. ന്യൂ മാർക്കറ്റാണ് ഉക്കടം. കോവ ഉക്കടം ന്യൂ മാർക്കറ്റാണിത്. ഇതല്ല കേട്ടാ. പഴയ മാർക്കറ്റിലേക്ക് നമ്മ വന്നേ. സ്ഥലം തെറ്റി തിരിച്ചു പോവണ്ട. മൗലാന മുഹമ്മദ് അലി പഴയ മാർക്കറ്റ്. ഇതാണ് നമുക്ക് വേണ്ട ഉക്കടം മാർക്കറ്റ് കേട്ടാ. നമുക്ക് ആകെ തെറ്റിപ്പോയി. നമ്മ അങ്ങോട്ട് കയറിപ്പോയിരുന്നു. അതിന്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. നടക്കാന്നുള്ള ദൂരമുള്ളോ. അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. വഴി കാട്ടിട്ട് മുന്നിൽ നടക്കണ്ടാ. തോന്നണ അശോകേട്ടനക്ക് ഒന്നും അറിയില്ലാന്ന് തോന്നിണ്ട്. വെറുതെ ഒരു പെട്ട വെച്ചിട്ട് അശോകേട്ടൻ പോവാൻ തോന്നുന്നുണ്ട്. എന്താകണോ പോയി കുറേ നേരം അശോകേട്ടൻ പിന്നാലെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടില്ലേ. അതെല്ലാം ഉണ്ട്. അശോകേട്ടനോട് നിർത്തേണ്ടി തോന്നുന്നുണ്ട്. ആ മാർക്കറ്റിന് കേട്ടാ. അതെത്തി പക്ക മാർക്കറ്റ് ഇട്ടാ. നമ്മ കട മാർക്കറ്റിന്റെ എൻട്രൻസിൽ എത്തിയിട്ടാ. ഇവിടെ ഫുള്ള് ഷോപ്പുകളാണ് കേട്ടാ. ഫുൾ ഷോപ്പാണ് കണ്ടാ. ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ ഷോപ്പുകളാണ്. അടക്കാണ് ഫുള്ള് ടയറിന്റെ ഇതിന്റെ ഒക്കെ എല്ലാ കടയിലുണ്ട് അല്ലേ. മൊത്തം സംഭവം കേട്ടാ. എന്താ വേണ്ടത് ഒക്കെ ഉണ്ട്. നോക്കി 2 സൈഡിലും ഷോപ്പുകളാണ്. അതിന് നടക്കലെങ്കിൽ നടന്നോണ്ടിരിക്കണത്. ഒക്കെ ഉണ്ടാ. എല്ലാ സാധനങ്ങളും ഉണ്ടായി.
എല്ലാതും ഉണ്ട് കേട്ടോ. എല്ലാ വണ്ടിയുടെ സൈഡ് എത്തിട്ടോ. വണ്ടികളുടെ ചേട്ടാ ഏരിയ റോഡ് ഉണ്ടല്ലോ. ജ്യൂസ് പിന്നെ കുടിക്ക. ജ്യൂസ് ടൈം എടുക്കും. ജ്യൂസിന് ടൈമുണ്ട്. സെക്കൻഡ്സ് ആണോ നോക്കണേ? ഫ്രഷ് അല്ലേ? നടന്നിട്ട് വേറെ രീതിക്ക് പോകണ്ട കേട്ടോ. മൊത്തം സാധനങ്ങളാണ് വണ്ടിയുടേതും ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അലവീലൊക്കെ ഉണ്ടല്ലോ, അടിപൊളി അലവീലുകൾ. പക്ക സ്ഥലം കേട്ടോ. ഇവിടെ ഉണ്ടാവും. ഒന്നുമില്ല, അവര് വന്നില്ല. ഇവിടെ ചോദിച്ചേ അലവിയിലൊക്കെ അടിപൊളി അലവിയിലും കേട്ടോ. നമ്മ പോയ വഴി വീണ്ടും തിരിച്ചു വരും കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. ഷോപ്പുകളാണ് കേട്ടോ. മൊത്തം ഷോപ്പുകളാണ് രണ്ട് സൈഡും. വണ്ടികളെ ബൈക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബൈക്കിൻ്റെ അക്സസറീസ് കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിലും ബൈക്കിൻ്റെ തന്നെയാണ് കേട്ടോ. മൊത്തം ബൈക്കും കാറും ഇതിൻ്റെ ഒക്കെ തന്നെയാണ് കേട്ടോ. ബ്ലോക്കാണ് കേട്ടോ, നല്ല ബ്ലോക്കാണ്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതേ അവിടെ ആണെങ്കിൽ പഴയത് മാത്രമേ ഉള്ളൂ. ആ മാർക്കറ്റ് ഒരു സുഖല്ലേ, പുതിയത് നോക്കണ്. പിന്നെ വിലയിൽ ചെറിയ വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് ഇല്ലേ. സാധനം വിചാരിച്ച സാധനം ഇല്ല. അപ്പൊ പിന്നെ നമ്മ അവിടുന്ന് മാറ്റിയിട്ട് വേറൊരു ഷോപ്പിലേക്ക് പോവാണ്. അതൊരു സുഖമല്ല. മാർക്കറ്റ് പഴയ സാധനങ്ങളൊക്കെ എടുക്കണവർക്ക് അടിപൊളിയാണ് എന്ന് തോന്നണം. പക്ഷെ ആ പഴയ സാധനത്തിനൊപ്പം ഒരു 1500 രൂപയാണ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയത് കിട്ടുന്നുണ്ട്. അത്രേ ഉള്ളൂ. അവിടെ എന്തൊക്കെയോ ഇതുണ്ട് കേട്ടോ. അവിടെ ആൾക്കാർ വഴിയിലൂടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഉക്കടം മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട. ഉക്കടം സെന്ററാണ് ഈ കാണുന്നത് കേട്ടോ. ഉക്കടം പോത്തീസ്, തമിഴ്നാട് പോത്തീസാണ്. എന്താല്ലേ നല്ല തിരക്കുണ്ട് കേട്ടാ. നല്ല അടിപൊളി ബിൽഡിങ്. കറക്റ്റ് പോത്തീസിന്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത് കേട്ടാ. ഇത് കഴിഞ്ഞ് വേറൊരു മാളില്ല ഇവിടെ. കുറച്ച് കഴിഞ്ഞിട്ട് ഏതോ ശരത് കുമാറിന്റെ ഒക്കെ ഒരു മാളുണ്ട് ഇവിടെ. പേര് മറന്നു. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗൂഗിൾ മാപ്പാണ് ഇരിക്കണട്ടാ. അശോകട്ടെ, അശോകട്ടനക്ക് അറിയല്ലേ. അശോകട്ടൻ കൊല്ലങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ട്. അവിടെ കളിയൊക്കെയല്ലേ, കാര്യം പറഞ്ഞാണ്. എന്താ തമിഴ്നാട്ടുകാർക്ക് ആടി മാസം, നമ്മുടെ നാട്ടിലെ കർക്കിടക മാസം. ഇപ്പൊ ഇവിടെ ആടി, അതാണ് ആടി സെയിൽ എന്നൊക്കെ പറയുന്ന സാധനല്ലേ. നല്ല ചൂടാണ് ഇവിടെ, നല്ല ചൂട്. വെയിൽ, മഴ ഒന്നും ഇല്ല. ഒരു കരിമി ജ്യൂസ് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. 2-3 കരിമി ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വായിക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ആഗ്രഹത്രേ അല്ലേ. കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിൽക്കണ്. അശോകേട്ടൻ അവിടെ പറഞ്ഞ് ഇരുന്നിട്ടാ. ഇള്ളയിൽ തന്തപ്പിടി അശോകേട്ടനാണ് തളർന്ന്. നാളെ അടിപൊളിയായിട്ട് നാരങ്ങ ഇതൊക്കെ ഉണ്ടാക്കി, നാരങ്ങേ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് പെടാക്കിയിട്ട് സെറ്റാക്കിട്ടാ.
ഐസ് മാത്രം ഉള്ളതെന്ന് കൊണ്ടിട്ടാ. അത് കുറച്ച് പോയി, ഒന്നിൽ കുറച്ച് ഐസ് പോയി. കുറവാ ഞാൻ പിടിച്ചോ. അത് പ്രശ്നം ഇതാണ്ടാ കരിമ്പ് ജ്യൂസ്, പക്ക ജ്യൂസാണ്. അപ്പോൾ ഇതെന്തെങ്കിലും ജ്യൂസ് കുടിക്കട്ടെ. ഞമ്മ വന്നത് ഈ കേരിയർ എടുക്കുന്ന കേട്ടോ, GLC 401. അത് ഞമ്മ ഉക്കട മാർക്കറ്റിൽ ചെന്ന് വെച്ചപ്പോൾ എത്ര പറഞ്ഞു? അവിടെ എത്ര പറഞ്ഞു? അവിടെ 11,900 1500 പ്ലസ് ഫിറ്റിംഗ് 11,500. ഇവിടെ 9,700 ഫിറ്റിംഗ്. ഇവിടെ 9,700 ഫിറ്റിംഗ് ഉള്ളു കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിട്ട് നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി. ഇതിന്റെ പേരെന്താ പറഞ്ഞേ? ആദിത്യ എന്ന് പറഞ്ഞ ഷോപ്പാണ് കേട്ടോ. ധനുഷ്കോടി ആദിത്യ, ഗാന്ധിപുരം, കോയമ്പത്തൂർ കേട്ടോ. അവിടുന്ന് എടുക്കണ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. നമ്മ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ ഇതേപോലെ വന്നിട്ട് ഇത് സെറ്റാക്കിയിട്ട് ഇതേപോലെ വന്നതാ. ഇത് ആദിത്യ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് എടുത്താട്ടോ. ലൈറ്റ്, ഫോണ്, പിന്നെ സ്പീക്കർ, പിന്നെ കേരിയർ എടുത്തിട്ട് കേട്ടോ. ആദിത്യ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് എടുത്തേ. നല്ല വ്യത്യാസം കേട്ടോ. ഉക്കടം മറ്റേ ആ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് നല്ല റേറ്റ് വ്യത്യാസത്തിൽ എടുത്തിട്ടുണ്ട്. കേരിയറൊക്കെ അവിടെ 11 സംതിങ് പറഞ്ഞത്, ഇവിടെ 9 സംതിങ് ഉള്ളൂ. എല്ലാം കൂടിയിട്ടുള്ള ബില്ലാണ് 23 സംതിങ്, 21 സംതിങ് ആയുള്ളൂ എല്ലാം കൂടിയിട്ട്. കേരിയറും സ്പീക്കറും എല്ലാം കൂടിയിട്ട്. ഫിറ്റിങ് എക്സ്ട്രാ പൈസ. ഫിറ്റിങ് 2,300 എക്സ്ട്രാ ആയിട്ട് എല്ലാത്തിനും കൂടിയിട്ട്. നമ്മളെ വണ്ടിയിൽ ഇത് ഫിറ്റ് ചെയ്യും. കാര്യങ്ങൾ സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് നിൽക്കണം. ഇതാണ്ട് നമ്മൾ വാങ്ങിയുള്ള സാധനങ്ങൾ. ഇത് സ്പീക്കർ ഫിറ്റ് ചെയ്യാനുള്ള സ്പീക്കർ ഇതുപോലെ ഫിറ്റ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ അതിൻ്റെ സ്പീക്കർ എടുത്തുള്ളത് മോക്കോ എന്ന് പറഞ്ഞ കമ്പനിയാണ് കേട്ടോ. മോക്കോ എല്ലാ സാധനങ്ങളും മൊത്തത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം ഇതിൽ വെച്ചാണ്. ഞാൻ അപ്പുറത്ത് എൻ്റെ പേഴ്സൊക്കെ അവിടെയാണ്. ഞങ്ങളിത് ഇവിടെ വെച്ച് കൊടുത്തിട്ടേ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടെ എന്തെങ്കിലും ഫിറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈം പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പേഴ്സ് ഞാൻ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കർ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. അത് നല്ല ഷോപ്പാണ്. റേറ്റ് നല്ല വ്യത്യാസമുണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. അങ്ങനെ ആള് മേലെ കയറി നോക്കണം. ഇതൊക്കെ ഉണ്ട്. സ്റ്റാഫ് കുറച്ച് കഴിഞ്ഞിട്ട് വരിക. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനുള്ള സ്റ്റാഫ് കുറച്ച് കഴിഞ്ഞിട്ട് വരിക. ലഞ്ച് ബ്രേക്ക്. ആ ടൈം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഫിറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സെറ്റായിട്ട് ഇനി വണ്ടിയുടെ ഗ്ലാസിൻ്റെ മിറർ താവണം, ഫ്രണ്ട് താവണില്ല. അപ്പോൾ അതിൻ്റെ മിററും അതിൻ്റെ മോട്ടറും വാങ്ങണം. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും പോകണ്ട. 2 സാധനം കൂടി വാങ്ങാണ്ട്. അത് വേറൊരു സെക്ഷനിൽ നിന്ന് വാങ്ങണം. അത് കാരണം പിന്നെ രണ്ട് ഇതായിട്ട് മാറിയത്. ഇത് വലിയൊരു ഷോപ്പാണ് കേട്ടോ, ചെറിയ ഷോപ്പൊന്നല്ല. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് വീണ്ടും കയറണം. ആ സെക്ഷൻ മാറി. അപ്പോൾ അങ്ങോട്ട് പോകണം. അടുത്ത സാധനം കൂടി വാങ്ങിയിട്ടാ. ബീഡിങ് പിന്നെ സാധനങ്ങൾ വാങ്ങിയിട്ടാ. വീണ്ടും വാങ്ങിയിട്ടുണ്ട്. വീണ്ടും അത് ബീഡിങ്, ഈ റബ്ബറിൻ്റെ ബീഡിങ്ങും, പിന്നെന്താ വാങ്ങി?
പിന്നെ ഗ്ലാസിന്റെ മോട്ടർ അങ്ങനത്തെ ഒരു സാധനങ്ങൾ വാങ്ങിയുള്ളത്. ഗ്ലാസ് കയറണില്ല, അപ്പൊ അതിന്റെ മോട്ടറൊക്കെ വാങ്ങിയത്. അതെ, അതിന്റെ മോട്ടർ നമ്മളവിടത്തിനായിട്ട് നല്ല വ്യത്യാസം കിട്ടാ. 2 സംതിങ്. അപ്പൊ അങ്ങനെ അതൊക്കെ വാങ്ങിട്ട് വന്നിട്ടാ. അതൊക്കെ വാങ്ങി ഇപ്പൊ അത് മാറ്റും. അവര് വണ്ടി വിട്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞമ്മ പോയിട്ട് ഫുഡ് അടിക്കാൻ അതൊക്കെ നോക്കിട്ട് നിക്കണം. ഇതാണ് ഞമ്മ വാങ്ങിയ ഷോപ്പ് ഇട്ടാ. ഈ ഷോപ്പിൽ നിന്നാണ് ഞമ്മ സാധനങ്ങളൊക്കെ എടുത്തിട്ടാ. ഇവിടെ വന്നിട്ട് എടുത്തോ. നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല, എടുത്താൽ മതി. അങ്ങനെ ഓട്ടോക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. ഓട്ടോ വന്നിട്ടില്ല. ഓട്ടോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വന്നിട്ടില്ല. എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്യാപ്പിൽ അവരവിടെ വർക്ക്ഷോപ്പിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതാണ് റോഡ് ഇട്ടാ. ഇതാണ് നമ്മൾ വാങ്ങിയ ഷോപ്പ്. ഓട്ടോറിക്ഷ ഒന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോണ സവാരി. ബിരിയാണി കടയാ പാത്ത് ഓട്ടോറിക്ഷയിലാണ് പോണത്. ബിരിയാണി വാങ്ങാനായിട്ട് പോണ്. ബിരിയാണി കടയൊക്കെ പോണ് ഓട്ടോറിക്ഷയിൽ. നല്ല രസം കിട്ടാ. കാറിനായിട്ട് നല്ലത് ഓട്ടോറിക്ഷ തന്നെയാണ്. നല്ല തീവുണ്ട് കേട്ടാ. എല്ലാരും പുറത്തേക്ക് എത്തും. ഞാൻ പളങ്ങിട്ട് ഇങ്ങനെ ഷോപ്പായിക്ക് എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ എല്ലാ മരണങ്ങളും അന്യായ രസട്ടാ. നമ്മളവിടുത്തെ ഓട്ടോറിക്ഷ പോലെ അല്ലട്ടാ അല്ലേ? നമ്മളവിടുത്തെ ഓട്ടോറിക്ഷ പോലെ അല്ല അല്ലേ? നല്ല രസമുണ്ട് ഓട്ടോറിക്ഷ. എല്ലാവരും ഉണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി. അടിപൊളി. നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ അടിപൊളി. അറിയില്ലട്ടാ എങ്ങനെയാണ് എവിടെ ബിരിയാണി കടാന്നൊരു പിടുത്തല്ലട്ടോ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു. 1 കിലോമീറ്റർ ഇപ്പൊ കഴിഞ്ഞിട്ടാ പറ്റി. അത് കുഴപ്പമില്ല. ഓട്ടോറിക്ഷ ഒരു വൈബാണ്ടാ. ഏത് കാറ് വന്നാലും ഓട്ടോറിക്ഷയുടെ വൈബ് കിട്ടില്ലട്ടാ. ഭയങ്കര എക്സ്പീരിയൻസാ. ഓട്ടോറിക്ഷയുടെ വൈബ് ഒന്നിനും കിട്ടില്ലട്ടാ. ഇവിടെ പ്രത്യേകിച്ച് ഹെൽമെറ്റ് ഒന്നും വേണ്ട അതുകൊണ്ടിട്ടാ. ഹെൽമെറ്റും ബാക്കി ഇരിക്കുന്ന ആൾക്കാർ ഹെൽമെറ്റ് ഒന്നും വേണ്ട അതുകൊണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരിക്കട്ടാ. എല്ലാവരും ഉണ്ട്. ഹൈദരാബാദി ബിരിയാണി കഴിക്കാനാണ് പ്ലാന്. ബിരിയാണിയുടെ മെനു ഉണ്ടാ. കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി സ്റ്റോറാണ്. പക്ഷേ ഇതിൻ്റെ അടിയിലും വേറെ ഇതുണ്ട്. ഞങ്ങൾ മേലൊക്കെ വന്നിരുന്നത്. ആ തിക്കും തിരക്കിൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കുള്ള സ്ഥലമാണ്. അതിന് എടുക്കാൻ പറ്റില്ല. ഇതിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട്. ഹൈദരാബാദി ബിരിയാണി തന്നെ ഓർഡർ ചെയ്യാന്നുള്ള പ്ലാനാണ് കേട്ടോ. നോക്കാം. ബിരിയാണി ഓർഡർ എടുക്കാനുള്ള ആൾ വരട്ടെ, നോക്കാം. നമ്മളെ നാട്ടിലത്തെ പോലെ പ്രൈസ് ഒന്നും കാണിക്കില്ല കേട്ടോ. പ്രൈസ് തീരെ കാണിക്കില്ല. എന്താണെന്നറിയില്ല. ആൾക്കാരെ പറ്റിക്കാനാന്ന് തോന്നിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഫുള്ള് പറ്റിക്കലാന്ന് തോന്നിട്ടാ. പ്രൈസ് ഒന്നും കാണില്ല അല്ലേ? അല്ലേ? ആ പ്രൈസ്. പക്ഷേ പ്രൈസ് കാണില്ല. നമ്മുടെ നാട്ടിൽ പ്രൈസ് ഉണ്ട്.
റേറ്റുള്ള കാർഡ് വേറെ വന്നിട്ടുണ്ട് കേട്ടോ. ദം ബിരിയാണി, ചിക്കൻ ഡ്രൈ ഗ്രേവി, മട്ടൻ ബിരിയാണി ഗ്രേവി, ഞങ്ങളെല്ലാതും വന്നിട്ടുണ്ട്. ഇതാണ്ട് ചാർട്ട് ഇത് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോഴാണ് ഇപ്പോൾ എത്തിയത്. അപ്പം ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നില്ല. മട്ടൻ ബിരിയാണി വാങ്ങാന്നുള്ള സെറ്റായി ബിരിയാണി അല്ല ഒരു മിനിറ്റ്, അത് മട്ടൻ ബിരിയാണി മറ്റേ ഹൈദരാബാദി ആണോ? ഹൈദരാബാദ് നോർമലില്ലല്ലോ ഹൈദരാബാദ് മട്ടൻ ബിരിയാണി 4. ഒരു ബിരിയാണിൻ്റെ ഓൺ ഓഫീസർ ലാഭമായിട്ടാ 2 ബിരിയാണി പറഞ്ഞാൽ 4 പേര് കഴിക്കാന്ന്. നമ്മളവിടുത്തെ പോലെ അല്ല കേട്ടാ. மட்டன் எவ்வளோ பேருக்கு சார்? 8 பீஸ் வரும் சார். மட்டன் கோலா உண்டா 8 பீஸ். பெரியதா சின்னதா? நார்மலான பீஸ். எவ்வளோ பேருக்கு சாப்பிடுது? ஷோமி சார் 8 பீஸ் வரும் சார். 2 பேர் வச்சுக்கோங்க. இந்த 8 பீஸ் வரும் 250 சார். ഓക്കെ கோலா வேணா ഓക്കെ. നമ്മ ഫുഡ് വരുന്ന കോംപ്ലിമെന്ററി വന്നിട്ടാ. പക്ക സാധനമാണ്. കോംപ്ലിമെന്ററി വന്ന് എന്താ കോംപ്ലിമെന്ററി എന്ന് അറിയില്ല കേട്ടാ. 3 பீஸ் வரும். ഒരു ബിരിയാണി കോംപ്ലിമെന്ററി വന്ന് അതിനിടക്കിട്ടാ. மீடியம் இருக்கும். കോംപ്ലിമെന്ററി ആയിട്ട് വന്നല്ലേ കേട്ടാ. ഓക്കെ. 2 മട്ടൻ ബിരിയാണി, ഒരു ചിക്കൻ மட்டன் கோலா. അതിനിടക്ക് ചിക്കൻ കോള. അതിനിടയ്ക്ക് നമ്മൾ കോംപ്ലിമെന്ററി വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട. ചിക്കൻ 65 ഇരിക്കാ. சிக்கன் 60 இருக்கு. കോംപ്ലിമെന്ററി രക്ഷയില്ലട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല എന്താ പറയുക, നെയ്യും എന്തൊക്കെയോ സാധനം പറയാൻ പറ്റാ അറിയില്ല. റവ സീര എന്നൊക്കെ പറയില്ല, അതേ കുറച്ച് സാധനം ഉണ്ടാ കോംപ്ലിമെന്ററി എന്നറിയില്ല. ചോദിച്ചേക്കാം. മട്ടൻ എടുക്ക്, പിന്നെ ചിക്കൻ പറയാം. 2 മട്ടൻ മണി, 1 മട്ടൻ കോലா. ബ്രോ ഇത് തന്നെ കോംപ്ലിമെന്ററി. அது காமன் അത് തന്നെ ஸ்வீட். അത് കോംപ്ലിമെന്ററി വന്നിട്ടുള്ള സ്വീറ്റാണ് കേട്ടോ. റവ സീര എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ കോംപ്ലിമെന്ററി ആയിട്ട് വന്നില്ല കേട്ടാ. ഒന്നും പറയാല്ല കേട്ടാ. വഴുതനങ്ങക്കറി ഇനി വന്നില്ലേ, ഒടുക്കത്തെ ടേസ്റ്റ്. പെയ്ക്കുട്ടൊക്കെ നല്ല പെടപ്പെടക്കണ് വഴുതനക്കറി. അതേപോലെ ബായിയുടെ തീർത്ത് നല്ല ടേസ്റ്റ്. വഴുതനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇപ്പോഴും അറിയണ്. ഒടുക്കത്തെ മസാലയും ഒടുക്കത്തെ ടേസ്റ്റും. വീട്ടിലൊക്കെ നമ്മള് അത് പക്ഷെ അശോകന്റെ മിസ്സിങ് ആയിട്ടാ. നല്ല ടേസ്റ്റ് കേട്ടാ വഴുതനക്കറി, ഒടുക്കത്തെ ടേസ്റ്റ്. ഇനി വന്നിട്ടാ ഇതാണ് നമ്മളെ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഹൈദരാബാദി മട്ടൻ ബിരിയാണി. നമ്മൾ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഭായി നമുക്ക് റൈസും ഫുഡും അല്ല റൈസും മുട്ട ഉണ്ട് കേട്ടോ. മുട്ടയ്ക്ക് കോഴിമുട്ട അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഫുഡ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് റിവ്യൂ പറയാം കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. ഇതിനോടൊപ്പം ഞാൻ മട്ടൻ 65 കൂടി പറഞ്ഞിട്ട് കേട്ടോ. ബിരിയാണി ഒരു രക്ഷയില്ല. ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇതാണ് ബിരിയാണി. പക്ക ബിരിയാണി കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, കോഴിമുട്ട ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. രക്ഷയൊക്കെ കഴിച്ച് നേരെ വന്ന് നോക്കിയപ്പോൾ വണ്ടിയുടെ മൊത്തത്തിൽ അഴിച്ച് പൊളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ഇതാണ് ഈ ഫോഗ് ലൈറ്റാണ് വെക്കണത്, ഫോഗ് ലാമ്പ്. പിന്നെ അതേപോലെ വണ്ടിയുടെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്പീക്കർ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതെവിടെ മൊത്തത്തിൽ അഴിച്ചിട്ടുണ്ട്, സ്പീക്കർ വെക്കാനുള്ളത്. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ സ്റ്റീരിയോ പിന്നെ നമ്മൾ മാറ്റണില്ല, സ്റ്റീരിയോ തന്നെയാണ്. സ്പീക്കറിൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഡോർപേഡിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളും കംപ്ലീറ്റ് അഴിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കാം ഇനി എപ്പോഴാണ് ഇത് വണ്ടി കിട്ടുക എന്ന് പറഞ്ഞിട്ടില്ല അവർ. എന്തായാലും പക്ക പെടപെട ആക്കി തരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന്. അങ്ങനെ വർക്കെല്ലാം പക്ക അടിപൊളിയാക്കി വയറൊക്കെ വലിച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണി കഴിക്കാൻ പോയ നേരത്ത് അവർ കംപ്ലീറ്റ് വയറും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും നോക്കാം, എത്ര നേരം ടൈം പിടിക്കും നമുക്ക് നോക്കാം.
വർക്കെല്ലാം പക്കാക്കി തരേണ്ടിട്ട്. ഇതാണ്ട വണ്ടിയുടെ എഞ്ചിൻ റൂം. എഞ്ചിനൊക്കെ പക്കണ്ടാ. എഞ്ചിൻ റൂമൊക്കെ പക്ക അടിപൊളിയായിട്ട് ക്ലീനാക്കി നീറ്റാണ് ക്ലീനാക്കിയിട്ട് സെറ്റാക്കി ഉണ്ടാവും. സെറ്റായി കൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാവരും വെയിറ്റിങ്ങിലാട്ടാ. ഷെഫീഖ് ഭായിയുടെ ബിരിയാണി കഴിച്ചിട്ട് വയറൊക്കെ ഇപ്പോൾ പൊട്ടുവരെ നിൽക്കണം. അത് ഇതിനോടൊപ്പം തന്നെ ആൾ സ്പീക്കറിൻ്റെ വയറും കണക്ഷനും കാര്യങ്ങളും കണക്ഷനും കാര്യങ്ങളും അതിലുണ്ട്. പക്ഷേ ആളെല്ലാം സെറ്റാക്കുന്നുണ്ട്. സെപ്പറേറ്റ് സ്പീക്കർ വെക്കണല്ലേ, അപ്പോൾ എല്ലാതും ഒന്നുകൂടി വലിപ്പമുള്ളതാണെന്ന് തോന്നുന്നത്. കാരണം ഇങ്ങനെ സെറ്റാക്കണേ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. ആള് സ്പീക്കറും എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. സ്പീക്കറിനെ സെറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. ഭയങ്കര ഇതിൽ അടിപൊളിയായിട്ട് നടത്തുന്നുണ്ട് കേട്ടോ. പേടിൻ്റെ ഡോറിൻ്റെ ഗ്ലാസ് വർക്ക് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അതും കൂടി അതിൻ്റെ മോട്ടറും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അല്ലാന്ന് പറയണേ. ഈ ഒരു സാധനം ആൾ ആവശ്യം എന്നിട്ട് പറഞ്ഞു ഇതിൻ്റെയാണെന്ന് പറഞ്ഞു. അത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കിട്ടുള്ളൂ, ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞേ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ആൾ സെറ്റാവുള്ളൂ. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ ചെയ്യണില്ല. അത് നാട്ടിൽ പോയിട്ട് നമ്മളെ വീട്ടിൽ പോയിട്ട് ചെയ്യാം. അപ്പോൾ അതെന്തായാലും വിട്ട് ആ വിൻഡ് എന്തായാലും തുറക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണ്ട. ഈ സാധനം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയാണ് പ്രശ്നം. ആൾ സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട അതേസമയം. നമ്മളെ വണ്ടിയുടെ പണിയുടെ ഒരുവിധം കഴിഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഹോണ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോണ് അതേപോലെ പാർക്കിംഗ് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഹോണൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. ആൾ നല്ല വർക്കിംഗ് ആണ് കേട്ടോ. നല്ല അടിപൊളി വർക്കുകാരനാണ്. ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം കറക്റ്റ് കാര്യങ്ങൾ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം പക്കയാണ് കേട്ടോ. അവസാനം ലുക്ക് ചെയ്തൊക്കെ വർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ വണ്ടിയുടെ കേരിയർ അതേപോലെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വണ്ടിയുടെ കേരിയർ അതേപോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ കേരിയർ ഇങ്ങനെ കേട്ടോ. ഇങ്ങനെയാണ് വണ്ടിയുടെ കേരിയർ പുതിയ കേരിയർ വാങ്ങിയത്. ഇങ്ങനെ കേട്ടോ സെറ്റ് ചെയ്യണേ. കണ്ട ലുക്ക് ഉണ്ട് കേട്ടോ. നല്ല ലുക്കുണ്ട്. നല്ല റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളവിടുത്തെ നാട്ടിലത്തെ കേരളത്തിലും തമിഴ്നാട് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു 3000-4000 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ കേരിയർ സെറ്റാക്കിയുണ്ട്. കേരിയർ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടിയുടെ വർക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാ. വണ്ടി പുറത്തേക്ക് ഇറക്കി. ഇനി നമ്മളിവിടെ നമ്മൾ 6:50 എത്ര ടൈം ഒന്നും അറിയാം. കുഴപ്പമില്ല. എന്നാലും നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി പെർഫെക്റ്റ് വർക്ക് ചെയ്തിട്ടില്ലേ. നല്ല ടു സെഡ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. എല്ലാം പക്കായി. എല്ലാം അടിപൊളി. റേറ്റും കുറവില്ലേ. നന്ദി പറയണം നമ്മൾ ഓരോ സാധനം ഉക്കട മറ്റേ ആ മാർക്കറ്റ് സാധനം കേരിയർ മാത്രം 11,500 പ്ലസ് ലേബർ പറഞ്ഞു. ഇവിടെ 9,500 പ്ലസ് ലേബറുമാണ്. അപ്പൊ 2,000 രൂപ പോകുന്ന പറഞ്ഞു. ഓരോ ഐറ്റംസിനും വ്യത്യാസമുണ്ട്. പിന്നെ നല്ല വ്യത്യാസമുണ്ട്. ചെയ്യണമെങ്കിൽ 12,000 രൂപ ലാഭമുണ്ട് ഇവിടുന്ന്. അതൊരു സാധനത്തുമ്പോ മാത്രം എടുക്കുമ്പോ അല്ലേ. 12,000 രൂപ സാധനം നമുക്ക് ലാഭം കിട്ടി. നാട്ടിൽ നിന്ന് ചെയ്യണം കേട്ടാ. ഇപ്പൊ ഉക്കട മാർക്കറ്റിൽ ചെയ്യണമെങ്കിൽ നമുക്ക് 7,000 രൂപ ലാഭം ഇപ്പൊ ഇവിടെ കിട്ടി. മനസ്സിലായോ? അല്ല നമ്മള് വിചാരിക്കാത്ത സാധനങ്ങളൊക്കെ കേറിയില്ലേ. ഓണടിയുണ്ടാ വേറെ പരിപാടി ഉണ്ട്. നമ്മ ഹോണ് മാറിയിട്ട. പക്ഷെ നമ്മള് ഇതിന്റെ വണ്ടിയുടെ സ്വിച്ചിന്റെ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അതോടെ കിട്ടിയിട്ടില്ല. ഓണടിച്ചോ അച്ഛവിടെ പോവും. നമ്മള് നേരെ ആനമല ഇട്ട് പോണം. ആനമല എവിടെയാണ്? ഏത് അമ്പലം? പാസാനി അമ്മക്കോവിലെ. ഏതാണ്? പാസാനി അമ്മക്കോവില്. പാസാനി അമ്മക്കോവിലാണ് പോണട്ടാ. ശ്രീകുട്ടനക്ക് എന്താ വഴിപാടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശ്രീകുട്ടന്റെ വഴിപാടിന് വേണ്ടിട്ട് പോവാണ്. കല്യാണം നടക്കാനാന്ന് തോന്നിയിട്ടുണ്ട്. ഞങ്ങളോട് കല്യാണം നടക്കുക നമ്മളോടൊന്നും പറയാണ്ടാണ് ഇങ്ങനെ പറഞ്ഞ് കൊണ്ടുപോവാണ്. അതിനാ വേണ്ടി തോന്നിണ്ട്. മുളകരച്ച് തേക്കാൻ പോവാൻ തോന്നിണ്ട്. അതാണല്ലേ. ഞാൻ മറ്റേ ആ സിനിമയിലെ കണ്ടല്ലേ. ഞാൻ വെറുതെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഉണ്ടല്ലേ. അത് മറ്റേ ആ സൂര്യയുടെ പുതിയ സിനിമയില്
ഇവിടെ ട്രിപ്പിളൊക്കെ വെച്ചിട്ട് പോണോക്കിയേ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളെ നാടനൊക്കെ കഴിഞ്ഞു. ഇതാണ്ട്ടാ നമ്മളെ ഷോപ്പ്. ഇതാണ് നമ്മളെ ഷോപ്പിന്റെ ഇതാണ്ട്ടാ നമ്മള് കാറിന്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ വാങ്ങിയ ഷോപ്പ്. ഇതാണ്ട്ടാ നല്ല ഷോപ്പാണ്ട്ടാ. അടിപൊളിയായിട്ട് റെക്കമെൻഡ് ചെയ്യാം. നോക്കിയണ്ട